ദർശനം ഇവിടെ വരാൻ പോകുന്നത്. സ്വാമിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ദർശനങ്ങളാണത്. ഇപ്പൊ നമ്മളുടെ ഇന്ദുജി സങ്കീർത്തനം പാടിയപ്പോ തന്നെ ആദ്യത്തെ വരി തന്നെ ശ്രദ്ധിച്ചില്ലല്ലോ, ഏത് കാര്യത്തിലും വേണം ഈ തത്വം, ഏത് കാര്യത്തിലും വേണം മിതത്വം. അങ്ങനെ മിതമായ ജീവിതം അത് ഭൗതികതയുടെ ഒരു ഭാഗമാണ്. എന്നാൽ മറ്റു എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയവും ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ദർശനമാണ് സ്വാമിജി നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കത് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടോ അധികം ആൾക്കാർ അത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിനിയും കൂടുതൽ ആൾക്കാർ വരും എന്ന് ഞാൻ പിന്നെ അവരുടെ എണ്ണത്തിലൊന്നല്ല കാര്യം. നമുക്ക് അധികം ഇതറിയാവുന്ന പ്രവർത്തിക്കാൻ കഴിയാവുന്ന കർമ്മയോഗികള്, അത് ഉറപ്പുള്ള കർമ്മയോഗികള് കുറച്ചു പേരായാലും ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കപ്പെടും. നമ്മുടെ സ്വാമി വിവേകാനന്ദനെ പോലുള്ള ഒരാളല്ലേ ലോകം മുഴുവൻ ഭാരതീയ തത്വചിന്ത പ്രചരിപ്പിച്ചത്. അപ്പൊ അധികം ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നല്ല കർമ്മയോഗികൾ കുറച്ച് പേരുണ്ടെങ്കിൽ, സ്വാമിയുടെ ഒപ്പം നിൽക്കാൻ കുറച്ച് പേരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ 2028 തന്നെ നമ്മുടെ ഊർജ്ജക്ഷേത്രം ഏങ്ങണ്ടിയൂര് നിലവിൽ വരും എന്നുള്ള തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ കടമ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ പിന്നെ ചെസ്കബിൾ ദർശനത്തെ കുറിച്ച് ഇങ്ങനെ പെട്ടെന്ന് തൃശ്ശൂരിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ. കാരണം നമ്മളുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ജയരാജേട്ടനാണ്. അദ്ദേഹം നമ്മുടെ പോളിയിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്വാമിയോട് ചോദിക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിനെ പറ്റിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അങ്ങനെ പോളിയിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞത്. ജംഷഡ്പൂർ ടാറ്റ സ്റ്റീൽ പ്ലാന്റിലൊക്കെ ജോലി ചെയ്ത് പിന്നെ വിദേശത്ത് ലക്ഷ്മി മിത്തലിന്റെ കമ്പനിയിലൊക്കെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ കുറെ കാലം സേവനമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, നല്ലൊരു കലാകാരനാണ്. ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒക്കെ പ്രവർത്തകനായിരുന്നു എന്നാണ് എനിക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. നാടക രംഗത്തെ പ്രവർത്തകനാണ്. അങ്ങനെ ഒരുപാട്, അതിലൊക്കെ ഉപരി നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് എന്ന് കൂടി അറിയാൻ കഴിയും. അതാണ് ഏറ്റവും അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. യാ പരേശാൻ ജീവതി, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ആരാണോ ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് കൂടി ആരാണോ ജീവിതത്തിൽ സമയം കണ്ടെത്തുക, അവരെ ശരിക്കും ജീവിക്കുന്നുള്ളൂ എന്ന് പറയും. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയും കൂടി ജീവിക്കുന്നവരാണ് ശരിക്കും ജീവിക്കുന്നത്. ഞാനപ്പോ ഇങ്ങനെ ഇവിടെ വരുമ്പോ ആലോചിക്കാറ്, ഒരുപാട് ആളുകൾ നമ്മുടെ സജന ചേച്ചിയെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ, ജയരാജനുള്ള എല്ലാവരും തന്നെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിതത്തിൽ സമയം കണ്ടെത്തുന്നവരാൾക്കാർ, അവരാണ് ശരിക്കും ജീവിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി പറയുമ്പോൾ ഞാനൊന്നും ശരിക്കും ജീവിക്കുന്നവരല്ല എന്ന് ഞാൻ സ്വയം വിമർശനത്തോടുകൂടി ഓർക്കാറുണ്ട്. അല്ലെ മാഷൊക്കെ കുറെ വേണ്ടി കുറെ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടുള്ള ആളാണ്. അപ്പോ അങ്ങനെ മറ്റുള്ളവർക്ക് കൂടി ജീവിക്കുന്നവരാണ് ശരിക്കും ജീവിക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മുടെ ജയരാജേട്ടൻ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിലും നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹമാണ് നമ്മുടെ വെബ്സൈറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടുകൂടി ചെസ് കമ്പിളിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. സനേജി അദ്ദേഹത്തിനൊരു നമ്മുടെ വേദിയില് മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ജതിനാണ് നമ്മുടെ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്ത് നമുക്കെല്ലാം ശരിയാക്കി സഹായം ചെയ്തു തന്നത് ശ്രീ ജതിനാണ്. ജതിന്റെ ഒരു സ്ഥാപനമുണ്ട്, യൂണിക്യൂൾ വെർച്വൽ ഇന്റലിജൻസ് അല്ലെ ജതി പേര്. ആ സ്ഥാപനമാണ് നമുക്ക് അതിന്റെ MD ആണ് അദ്ദേഹം. ആ സ്ഥാപനത്തിലൂടെ അദ്ദേഹമാണ് നമുക്ക് ഈ വെബ്സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നത്. അദ്ദേഹത്തിന് അതിന്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം ചെസ് കമ്പിളിന് വേണ്ടി സ്വാഗതം ചെയ്യും. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും, എല്ലാ കർമ്മയോഗികളെയും ഞാൻ പ്രത്യേകിച്ച് പേരെടുത്തൊന്നും പറയുന്നില്ല. എല്ലാവരും പേരെടുത്ത് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പേരെടുത്ത് പറയേണ്ടവരാണ്. എല്ലാവരും നമ്മുടെ ചെസ് കമ്പിളിന്റെ കർമ്മയോഗികളാണ്. എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് നമ്മുടെ അനന്തു ജിൻസ് എന്നൊരു പുതിയ ചുമതല ഏൽക്കാൻ പോവാണ്. അത് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഇന്ദുജി അത് പറയും.
അപ്പൊ പ്രത്യേകിച്ച് മാസ്റ്റർ അനന്തുവിനെ അതേപോലെ എല്ലാ കർമ്മയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തും. താങ്ക് യു.